ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു ബി ബി ടോക്സ്. അങ്ങനെ ബി ബി ടോക്സ് സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലൊക്കെ വന്ന ലാലേട്ടൻ പ്രത്യേകം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ കണ്ട റേറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗും കാണിച്ചുകൊണ്ട് ബിഗ് ബോസ് ഷോ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. എന്തായാലും മേക്കേഴ്സിന് അഭിനന്ദനങ്ങൾ. അപ്പം നമ്മുടെ മാറ്റർ ഇതല്ല, ഇതിനേക്ക് വലുത് നമ്മുടെ റിവ്യൂ ആണ്. അപ്പോൾ റിവ്യൂ നമ്മൾ നോക്കുമ്പോൾ ലാലേട്ടൻ വന്ന എപ്പിസോഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നലെ കണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് പ്രധാനമായിട്ട് മേക്കേഴ്സിനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ ലൈവും എപ്പിസോഡും കാണുന്ന വ്യക്തിയാണ്. ലൈവിൽ കാണുന്ന പകുതി കാര്യങ്ങൾ എപ്പിസോഡിൽ വരുന്നില്ല. അപ്പം എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളുടെ ക്ലാരിറ്റി പ്രേക്ഷകരിലേക്ക് എത്തുന്നില്ല, ചില കാര്യങ്ങൾ പകുതിയായപ്പോൾ കട്ടായി പോകുന്നു, അങ്ങനെയുള്ളൊരു കണ്ടിന്യൂറ്റി പ്രശ്നം വരുന്നുണ്ട്. അപ്പം എപ്പിസോഡ് മാത്രം കാണുന്ന ആളുകൾക്ക് ഇത് എന്താണ്, എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഇവിടെ എന്താണ് എൻഡ് ചെയ്തത്, എന്താണ് മാറ്റർ എന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതൊന്നുകൂടെ ശ്രദ്ധിക്കുമെന്ന് തോന്നുന്നു. കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റിയിൽ കൊണ്ടുപോകണം എന്ന് തോന്നുന്നു. കാരണം ലൈവിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എല്ലാ സാധനവും നമ്മൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഈവൻ ഇപ്പം ബാഡ് യൂസ് ചെയ്യണമെങ്കിൽ പോലും ചിലപ്പോൾ മാത്രമേ അതിനൊരു മ്യൂട്ട് വരുന്നുള്ളൂ ലൈവിൽ. എപ്പിസോഡിലേക്ക് വരുമ്പോൾ മ്യൂട്ട് ഉണ്ട്, പക്ഷേ എങ്കിൽ പോലും ഒരു ഫുൾ ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നുള്ളൊരു കുറേ ആൾക്കാർ ഇങ്ങനെ കാണുന്ന ആൾക്കാർ ഡിസ്കസ് ചെയ്ത സമയത്തും കമൻറ്റ് ബോക്സിലും ഒപ്പം തന്നെ ഞാൻ കണ്ട സമയത്തും അങ്ങനെ ഒരു ക്ലാരിറ്റി കുറവ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി എപ്പിസോഡിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ നമുക്ക് ആര്യനാണ് ക്യാപ്റ്റൻ എന്ന് ഓൾറെഡി അറിയാം നമുക്ക്. ഒപ്പം തന്നെ ഓരോ സെക്ഷനും ഓരോ ആൾക്കാരെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഇതിൽ ചോദിച്ചു വാങ്ങിച്ച ഒരു പദവി എന്ന പോലെ ഈ പ്രാവശ്യത്തെ കിച്ചൺ ടീമിൽ അനുമോള്, ശരത്ത് ഉൾപ്പെടുന്ന ഒരു ടീമാണുള്ളത്. അനുമോൾ അത് ചോദിച്ച് തന്നെ വാങ്ങിച്ചാണ് എനിക്ക് ഈ ആഴ്ച കിച്ചൺ ടീമിൽ നിൽക്കണം എന്നുള്ളത്. അതിനകത്ത് അനുമോളുടെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ജിസേലായിരുന്നു ഈ കിച്ചൺ ടീമിലുള്ളത്. അപ്പോൾ പലതവണ അനുമോളെ കിച്ചണിലേക്ക് കയറ്റാത്തതും പല തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവെഞ്ച് എന്ന രീതിയിൽ തന്നെയാണ് അനുമോൾ ആ പദവി ചോദിച്ച് വാങ്ങിച്ചത്. അതായത് കിച്ചൺ ടീമിൽ എന്നെ ആക്കണം എന്ന് പറഞ്ഞ് സ്പെഷ്യൽ റിക്വസ്റ്റഡ് ആയിട്ടാണ് അവിടെ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനുമോളുടെ ഫുഡ് പരിപാടിയൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ എണീറ്റ് കാര്യങ്ങൾ, ചോറ്, കറി, കാപ്പി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ രാവിലെ കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ടൈമിൽ റെന ഒരു അനാവശ്യ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. അനാവശ്യം എന്ന് പറഞ്ഞാൽ വെറും അനാവശ്യം. കഴിഞ്ഞ ആഴ്ച ചപ്പാത്തി മോഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അനുമോളുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്തു, വിഷ്വൽസ് കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ. ആ സമയം അവിടെയുള്ള ആൾക്കാർ തെറ്റിദ്ധരിച്ച ഒരു കാര്യമുണ്ട്. അങ്ങനെ തന്നെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അവിടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾ തെറ്റിദ്ധരിച്ച കാര്യമുണ്ട്. അനുമോൾക്ക് പുറത്ത് ഭയങ്കര നെഗറ്റീവാണ്, അതുകൊണ്ട് തന്നെ വീണ്ടും അവളെ നെഗറ്റീവ് ആക്കി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാം എന്നുള്ളത്. പക്ഷേ നേരെ ഓപ്പോസിറ്റാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ ഒരു പോർഷൻ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ലൈവ് കാണുന്ന, എപ്പിസോഡ് കാണുന്ന എല്ലാ ആൾക്കാരും അതിൻ്റെ എല്ലാ വശങ്ങളും കാണുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അനുമോൾക്ക് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ളത് ജനങ്ങളുടെ മനസ്സിലുള്ള കാര്യമാണ്. അത് ജനങ്ങളുടെ മനസ്സിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പം റെനയ്ക്ക് അവിടെ ഒരു ഗ്യാങ് ഉണ്ട്. ജിസേൽ, അപ്പാനി ശരത്ത്, അക്ബർ, അവരൊക്കെ ഉൾപ്പെടുന്ന ഒരു ഗ്യാങ് ഉണ്ട്. അപ്പോൾ ഈ ഗ്യാങ് പ്രത്യക്ഷത്തിൽ ശരിക്കും പറഞ്ഞാൽ അനുമോൾക്കെതിരെ തന്നെയാണ്. ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജിസേൽ നമ്മൾ നോക്കുമ്പോൾ ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ, ഞാൻ പാവം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ജിസേലിന് വേണ്ടിയിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരാണ് ഈ അപ്പാനി ശരത്ത്, അതുപോലെ തന്നെ അക്ബർ, ഈ അനീഷ് വല്ലപ്പോഴും ഒക്കെ അതിൻ്റെ ഇടയിൽ വന്ന് പെടാറുണ്ട്, ആര്യൻ, ഒനിയൻ സാബു, ഇവരെല്ലാവരും ജിസേലിന് വേണ്ടിയിട്ട് ഗെയിം കളിക്കുന്ന, ജിസേലിന് വേണ്ടിയിട്ട് പ്രതികരിക്കുന്ന, ജിസേലിൻ്റെ പക്ഷത്തേക്കൊരു ചായ്വുള്ള, മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എങ്കിലും ജിസേലിൻ്റെ പക്ഷത്തേക്കുള്ള ഒരു ചായ്വുള്ള ഒരു ടീമാണ് അവിടെയുള്ളത്. അപ്പം ഈ അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഈ റെനയും. അപ്പോൾ റെന വിചാരിച്ചു വീണ്ടും അനുവിനെ ഒന്ന് ചൊറിഞ്ഞ് നെഗറ്റീവ് ആക്കുക. അവിടെ കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ റെനയ്ക്ക് പോസിറ്റീവും അനുമോൾക്ക് നെഗറ്റീവും വരുമെന്നുള്ള ധാരണയിൽ അവിടെ പോയി നിന്ന് അനാവശ്യമായിട്ട് ചൊറിയുന്നുണ്ട്. അപ്പം തന്നെ അനുമോൾ ചോദിക്കുന്നുണ്ട്, റെന നീ ആവശ്യമില്ലാത്ത കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് വരുന്നത്, എന്നെ ചൊറിയൽ കണ്ടന്റ് കിട്ടും എന്നുള്ള തോന്നലാണെങ്കിൽ തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ റെന പറയുന്നുണ്ട് ഞാൻ കിച്ചണിൽ പൊതുവേ കണ്ടന്റ് ഉണ്ടാക്കാറുണ്ട്, ആ കണ്ടന്റൊക്കെ സക്സസ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നത് പുറത്തുള്ള
ആളുകളാണ് തീരുമാനിക്കേണ്ടത്. ഒരു തീരുമാനം നമുക്ക് അറിയാനും സാധിക്കുന്നുണ്ട്. പക്ഷേ അനുമോളിനെ ചപ്പാത്തി കളി എന്ന് വിളിച്ചിട്ട് അനാവശ്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വേർഡ് യൂസ് ചെയ്തത് തെറ്റാണ്. അതിൻ്റെ ഒരു ക്ലാരിറ്റി ബിഗ് ബോസ് കൊടുത്താണ്, അല്ലെങ്കിൽ ലാലേട്ടൻ വന്ന എപ്പിസോഡ് കൊടുത്താണ്. എന്നിട്ടും മനസ്സിലാകാതെ ചൊറിയുന്ന കാര്യം എന്തിനാണ് ആ കുട്ടി ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നിട്ട് ഈ റെന പോയിട്ട് ഇവരുടെ ടീമിൽ പോയിട്ട് പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വം ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ജിസേലിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ അനുവിനെ പോയി ചൊറിഞ്ഞിട്ടുണ്ട്, ചപ്പാത്തിക്കളി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ജിസേല് ചിരിക്കുന്നുണ്ട്. അതായത് ജിസേലിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് റെന ചെയ്തിട്ടുള്ളത് എന്നാണ് ജിസേലിൻ്റെ അടുത്ത് പോയിട്ട് റെന പറയുന്നത്. അപ്പം ജിസേലും ഇവരെല്ലാം മുൻനിർത്തി അനുവിനെതിരെ ഗെയിം കളിക്കുകയാണെന്ന് ഇവർക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. മാത്രമല്ല ഇവിടെ ഒരു ടീമായിട്ട് അനുവിനെ പറയാണ്. ഈ കിച്ചൺ ടീമിലുള്ള വ്യക്തിയാണ് ശരത്ത് എങ്കിൽ പോലും ഈ പ്രശ്നം നടക്കുമ്പോൾ ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും അനുവിനെതിരായിട്ടാണ് ഈ അപ്പാനി ശരത്ത് നിൽക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ വേറൊരു കാര്യം പറയാം, ഒരു പരിധിവരെ നമുക്ക് അനുവിൻ്റെ തെറ്റുണ്ടെന്ന് പറയാൻ കാരണം അനു ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആണുങ്ങളെല്ലാം ജിസേലിൻ്റെ പുറകെയാണ്, അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വഴക്കിൻ്റെ ഇടയിൽ സംഭവിച്ച, അല്ലെങ്കിൽ ഈ വഴക്കിൽ പ്രധാനപ്പെട്ട ഒരു അൺവാണ്ടഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ, പുറത്തു പോയ RJ ബിൻസിയുമായി ബന്ധപ്പെട്ട് അപ്പാനി ശരത്തിനോട് കുറച്ച് കാര്യങ്ങളിൽ ഒരു വാക്ക് ഈ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ കാരണമാണ് നന്നായിട്ട് ഗെയിം കളിക്കുന്ന RJ ബിൻസി പുറത്തു പോയത്, നിങ്ങൾ കാരണമാണ് എന്നുള്ളത്. പക്ഷേ പുറത്തു പോയ ഒരു വ്യക്തിനെ പറ്റി സംസാരിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട്. ഇത്തവണ ഉണ്ടോയെന്നറിയില്ല. മാത്രമല്ല പുറത്തുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അത് വളരെ മോശം കണ്ടൻറ്റായിപ്പോയി, അല്ലെങ്കിൽ അനു പറഞ്ഞത് തെറ്റായിപ്പോയി. കുറച്ച് നേരത്തിന് ശേഷം അടി ബഹളം പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു അനുമോൾ കുളിക്കാനൊക്കെ പോയി വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ജിസേല് കിച്ചണിൽ നിൽക്കുന്നു. അപ്പം തന്നെ നിവിനും ഉണ്ട്. അപ്പോൾ ഇവർ എന്തോ ഫുഡ് ഉണ്ടാക്കുകയാണ്. പക്ഷേ അനുമോൾ ഉൾപ്പെടുന്ന കിച്ചൺ ടീം കഴിഞ്ഞ ദിവസം ഒരു തീരുമാനം എടുത്തു, ഈ കിച്ചൺ ടീമിലുള്ള ആൾക്കാരല്ലാതെ വേറെ ആരും ഈ ടീമിൽ നിന്ന് വേറെ ആൾക്കാരെ കിച്ചണിലേക്ക് കയറ്റാൻ പാടില്ല എന്നൊരു റൂളുണ്ട്. അത് അവർ തന്നെ ഉണ്ടാക്കിയതാണ്. പക്ഷേ ജിസേൽ പുറത്തുള്ളതാണ് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഫുഡെന്ന് പറയുമ്പോൾ മലയാളികൾക്ക്, അല്ലെങ്കിൽ നമുക്ക് പൊതുവെ ഒരു സോഫ്റ്റ് ആയിരിക്കും കാര്യങ്ങൾ, ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമായിട്ടാണ് മലയാളികൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ജിസേൽ സ്വന്തമായിട്ടാണ് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത്. പക്ഷെ മറ്റ് ഒരു വെജിറ്റേറിയൻ ആയതുകൊണ്ട് നോൺ വെജ് കഴിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇവരുടെ കിച്ചണിൽ വേറെ ആരും കയറ്റില്ല എന്നുള്ളൊരു നിയമം ഇവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഫുഡ് ഉണ്ടാക്കാനാണ്, സ്വന്തമായിട്ട് ഉണ്ടാക്കാനാണ് എന്നുള്ളൊരു മാറ്ററും കൂടെ ഉണ്ട്. കൂടെ തന്നെ രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, നിവിൻ കിച്ചൺ ടീമിലുള്ള വ്യക്തിയാണ്, നിവിൻ ജിസേലിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട്. രണ്ട്, ഇവിടുത്തെ മെയിൻ ക്യാപ്റ്റൻ ആര്യനാണ്, ആര്യൻ പെർമിഷൻ കൊടുത്തു. രണ്ടാമത്തത് കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ അപ്പാനി ശരത്താണ്, അപ്പാനി ശരത്തും പെർമിഷൻ കൊടുത്തു. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ അനുമോൾ അത് അറിയുന്നില്ല. കുറച്ച് അതിനുശേഷം അതിലെയും നൂറയൊക്കെ ചേർന്നിട്ട് അതിനൊരു ക്ലാരിറ്റി വരുത്തുന്നുണ്ട്. അതിനുശേഷം അനുമോൾ പോയിട്ട് അപ്പാനി ശരത്തിനോട് കാല് പിടിച്ച് ക്ഷമ പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു ക്ഷമ പറഞ്ഞത് നല്ല കാര്യം. അപ്പാനി ശരത്ത് അത് ഓക്കെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ക്ഷമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അനുമോൾ കുറച്ച് എടുത്തുചാട്ടം കൂടുതലാണ്. കാരണം കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്നില്ല. പക്ഷെ ഒരു പരിധി നോക്കുമ്പോൾ അനുമോൾ പറയുന്നത് ശരിയാണും താനും. പിന്നീടുള്ളത് ഹോട്ട് സീറ്റ് എന്ന പരിപാടി, അതായത് ശാരികയുടെ ഹോട്ട് സീറ്റ് എന്ന പരിപാടി പുറത്ത് നല്ല ഹിറ്റായതിൻ്റെ ഭാഗമായിട്ടാണ് ശാരിക ഇപ്പോൾ ബിഗ് ബോസിൻ്റെ അകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം അവരെങ്ങനെ ഹോട്ട് സീറ്റ് കാണില്ലേ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ അവിടെ വെക്കുന്നുണ്ട്. ഇതിൽ വേറൊരു കാര്യം എനിക്ക് സംശയം വന്നത്, ഒരു ഷോയ്ക്കുള്ളിൽ, അതായത് ബിഗ് ബോസ് ഷോയ്ക്കുള്ളിൽ മറ്റൊരു ഷോ എന്തിന് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാകുന്നില്ല. കാരണം ആ ഒരു സെക്ഷൻ നമ്മുടെ ലൈവിലും വന്നിട്ടുണ്ട്, എപ്പിസോഡിലും വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ബിഗ് ബോസിൻ്റെ തന്നെ, ഇപ്പം ഏഷ്യാനെറ്റിൻ്റെ ഒരു ഷോ ആണെങ്കിൽ നമുക്ക് പിന്നെയും പറയാം. ഇത് ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഷോ, അതിൻ്റെ അകത്ത് വീണ്ടും പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായില്ല. എന്തുകൊണ്ടോ അറിയില്ല. അപ്പം വീണ്ടും അവിടെ ഒരു ഓപ്പോസിറ്റ് ഇരിക്കുന്നത് സരികയാണ്. സരികേനെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിനകത്ത് ഹോട്ട് സീറ്റാണ്, ഇന്നിൻ്റെ ക്വസ്റ്റ്യങ്ങൾ വരും എന്നുള്ള ധാരണയിൽ തന്നെയാണ് സരികയും ഇരിക്കുന്നത്. പക്ഷെ ലാസ്റ്റ് അത് പിന്നീട് അത് ചിന്തിച്ചപ്പോൾ അയ്യോ എൻ്റെ ഭർത്താവ് കാണുന്നുണ്ട്, അത് പ്രശ്നമാകും എന്നുള്ളൊരു കണ്ടന്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ കരച്ചിലായി, ബഹളമായി, അങ്ങനെ കുറേ സാധനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇതിൽ എവിഷനിലേക്ക് വരികയാണെങ്കിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ തവണ അനീഷ് എവിഷനില്ല. അനീഷ് എന്നെ നെട്ടിയ ഒരു കാര്യമാണ് ഞാൻ എവിഷനില്ല എന്നുള്ളത്. കാരണം അവിടെ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉള്ള വ്യക്തിയാണ് അനീഷ് ഈ തവണ എലിമിനേഷനിൽ ഇല്ല. രണ്ടാമത്തെ കാര്യം രേണു സുധി ഈ തവണ
എവിഷൻ ഇല്ല. ഏറ്റവും സേഫ് കളി കളിക്കുന്ന, ഒട്ടും കണ്ടന്റ് കൊടുക്കാത്ത, ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ എവിഷൻ്റെ എപ്പിസോഡിൽ തന്നെ പറയുന്നുണ്ട്, രേണുവിന് വയ്യ, രേണു കിടപ്പാണ്, രേണുവിന് കണ്ടന്റ് ഇല്ല, രേണു ഇപ്പോഴും കിടപ്പാണ്, ഇത് എന്താണ്, ഇങ്ങനെയാണോ ഒരു ഷോയ്ക്കുള്ളിൽ വരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ശാരിക പറയുന്നുണ്ട് ശാരികയായിട്ട്. എന്നിട്ട് പോലും രേണു സുധി ഈ തവണ എവിഷൻ ഇല്ല എന്നുള്ളത് ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. ആരും രേണു സുധിയുടെ ഒരു വോട്ട് പോലും വന്നിട്ടില്ല എന്നുള്ളത് ഒരു എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എവിഷനിലേക്ക് പോകുമ്പോൾ ഇവർ ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഈ എവിഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഇടയ്ക്ക് ബിഗ് ബോസ് കുറച്ച് ക്ലൂസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സേഫ് ഗെയിം കളിക്കുന്നത്, ഉറങ്ങുന്നവർ, അനാവശ്യ കാര്യത്തിന് പ്രതികരിക്കുന്നത്, അനാവശ്യ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ എന്നിവരെയൊക്കെയാണ് എലിമിനേഷനിൽ കൊണ്ടുവരേണ്ടത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ രേണു സുധി അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ ഒരു കോൺവെർസേഷനാണ്, ലവ് ട്രാക്ക് പിടിക്കാം അല്ലെങ്കിൽ ലവ് ട്രാക്കിലേക്ക് വേണ്ട ഒരാൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ആദിലയും അനുമോളും തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ പറയുന്നുണ്ട് വേണമെങ്കിൽ നിനക്ക് ആര്യനെ ചൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ആര്യൻ ഒരു കുട്ടിയാണ്, 24 വയസ്സുള്ള ഒരു കുട്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് വേറൊരു കാര്യം ആദില പറഞ്ഞത് പ്രത്യേകം നോട്ട് ചെയ്യണം. അതെങ്ങനെ ആദിലൊക്കെ അറിയാം എന്നുള്ള കാര്യമാണ് മേക്കേഴ്സിനുള്ള ക്വസ്റ്റ്യൻ. അതായത് കുഴപ്പമില്ല വൈൽഡ് കാർഡിൽ ഒരാൾ വരും എന്നുള്ളത്, വൈൽഡ് കാർഡിൽ ഒരാൾ വരും എന്നുള്ളതാണ് ആദില പറഞ്ഞ ഒരു കാര്യം. അതെങ്ങനെ ആദിലൊക്കെ അറിയാം, അല്ലെങ്കിൽ ഊഹിച്ച് പറഞ്ഞതാണോ എന്താണോ എന്നുള്ളത് ക്ലാരിറ്റി ഇല്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യം ആദില പറയുന്നുണ്ട്. അങ്ങനെ എവിഷൻ കഴിഞ്ഞു, കിച്ചൺ ടീമിൻ്റെ വഴക്കും ബഹളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ക്ഷമാപണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഇനിയിപ്പം ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം, ഇന്നലെ നൈറ്റ് വേറൊരു സംഭവങ്ങൾ നടന്നു. ഈ ഷാനവാസും അപ്പാനി ശരതും കൂടെ ഒരു വഴക്കുണ്ടാകുന്നുണ്ട്. പക്ഷേ ആ വഴക്കിനെ വളരെ മെച്യൂർഡായിട്ട് ഹാൻഡിൽ ചെയ്തൊരു വ്യക്തിയാണ് ഷാനവാസ് പോയിൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, കറക്റ്റായിട്ട് കാര്യങ്ങൾ അപ്പാനി ശരത്തിനോട് പറയുന്നുണ്ട്. എന്നാൽ അതൊരു വഴക്കുമല്ല, എന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എപ്പിസോഡ് എൻഡ് ചെയ്യാണ്. BB+ലും കുറേ ഈ വഴക്കിൻ്റെയും മറ്റു കാര്യങ്ങളെയൊക്കെ കുറച്ച് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഇന്നലെ BB ഹൗസിൽ നടന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇന്നും വീണ്ടും നമ്മുടെ എപ്പിസോഡ് കണ്ടതിന് ശേഷം വീണ്ടും BB ടോക്സുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.